ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ഒരേ ഒരു മാധ്യസ്ഥനാണ്, അത് യേശു എന്ന മധ്യസ്ഥനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ആ യേശുവിന്റെ മധ്യസ്ഥതയിലൂടെയാണ് ഇന്ന് അനേകം മധ്യസ്ഥര് ഉണ്ടാകുന്നത്. എല്ലാവിധ കൃപാവരങ്ങൾക്കും ഉള്ള അനുഗ്രഹം മാതാവാണ്. മാതാവിലൂടെയാണ് എല്ലാവിധ വരദാനങ്ങളും ഒരു മനുഷ്യന് ലഭിക്കുന്നത്. ഈശോ ശിഷ്യന്മാരുടെ ശിരസിൽ ഊതി, അവരുടെ ശരീരത്തിൽ ഊതിക്കൊണ്ട് പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അല്ലേ? അവരുടെ മേലെ ഊതിക്കൊണ്ട് പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചായിരുന്നോ? അവര് പരിശുദ്ധാത്മാവിനൊന്നും സ്വീകരിച്ചില്ല. അവര് വീണ്ടും വലയും വെള്ളമൊക്കെ എടുത്തോണ്ട് കർത്താവ് പോയി കഴിഞ്ഞപ്പോ അവര് വീണ്ടും വലയും വെള്ളമൊക്കെ ആയിട്ട് അവരെ പോയി മീൻ പിടിക്കും. പരിശുദ്ധാത്മ അവരെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി സെഖിയോൻ മുടിശാലയിലിരുന്ന് 120 പേരുടെ മധ്യസ്ഥതയില് ആരുണ്ടായിരുന്നു? അമ്മ എന്തിനായിരുന്നു അവരുടെ കൂടെ ഇരുന്നത്? എന്തിനാ അമ്മ അവരുടെ കൂടെ ഇരുന്നത്? അല്ല, അവര് മാത്രം ഇരുന്നാൽ കിട്ടത്തില്ലേ പരിശുദ്ധാത്മാവ്? അവര് മാത്രം ഇരുന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത് കൊണ്ടല്ല. പിതാവ് ലോകത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലപ്രവർത്തനം 2:18 അവസാന നാളുകളില് എല്ലാ ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ വർഷിക്കും, സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ വർഷിക്കും. ആ ആത്മാവിനെ നൽകാനായിട്ട് ഈ ഭൂമിയിൽ പിതാവ് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ വഴിയാണ് പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ടാണ് അമ്മയോട് കൂടുതൽ ഭക്തിയിലൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാല് ആത്മാവിന്റെ വലിയ അനുഭവം, വലിയ അഭിഷേകം. മാതാവൊക്കെ എന്നിരിക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് എത്രമാത്രം അഭിഷേകമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഈശോ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി വരുന്നിടം വരെ നിങ്ങള് യെരുശലേം വിട്ട് പോകരുത്. അപ്പൊ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ച മാതാവ് ഈ ഭൂമിയില് അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ച ഗബ്രിയേൽ ദൂതൻ വന്ന് മാതാവിനോട് പറഞ്ഞ്, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, യേശുവെന്ന പേരിടണം അവന്. മാതാവിനെ എന്താ പറഞ്ഞ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്മേൽ വരും. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. പരിശുദ്ധാത്മാവിലൂടെയാണ് ആ മകൻ നിനക്ക് ജനിക്കുന്നത്. അവനെ ഈശോ എന്ന പേരിടണം. ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്തുവാ? രക്ഷകൻ. രക്ഷകൻ എന്ന അർത്ഥം വരുന്ന പേര്. ഇതെല്ലാം എവിടുന്ന ഇതെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്? തോമാശം കൊടുത്തതാണോ? അപറാശം കൊടുത്തതാണോ? എടി കുഞ്ഞുമറിയാമൻ, നിന്റെ മോനെ പേര് പുട്ടു, പട്ടി, ഇന്നത്തെ പേരുകൾ വല്ലതും വിളിക്കാൻ പറ്റുന്നതാണോ? എന്തുവാ വിളിക്കേണ്ടതെന്ന് ഒരു പിടിയില്ല. വല്യമ്മമാരിക്കല് കുഞ്ഞുങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാ തീർന്നത്. എന്തൊക്കെയാ പറയുന്നതെന്ന്. പെണ്ണുപിള്ളയുടെ ഒരെട്ട്, ഭർത്താവിന്റെ 2, അപ്പൂപ്പന്റെ 1.5, പിന്നെ അമ്മായിയപ്പന്റെ 1/2, ഇതെല്ലാം കൂടെ ചേർത്താ വരുന്നത്. എന്തെന്ന് വരും അപ്പോഴത്തേക്ക്? ദൈവം തന്നെ പറയുകയാണ്, രക്ഷകനെന്ന് അർത്ഥം വരുന്ന യേശു എന്ന പേരാണ് പിതാവ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് മാറ്റമൊന്നും വന്നില്ല.
മാതാവ് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറയുമ്പം വിക്ടോറിയനോട് പറയാറുള്ള കാര്യം ഇതാണ്, മോനെ എന്തെങ്കിലും ആവശ്യം തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും കാണുന്ന ആ മാതാവിനെയാണ് കാണാൻ സാധിക്കുന്നത്. അയ്യമ്മത്തിന്റെ ആ കോമ്പൗണ്ട് വരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് ഒരു കൗൺസിലിംഗുകാരി ചേട്ടനെ കണ്ടു. അവര് ആകാശത്ത് വല്ല ഭൂമി ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എതിർമോണ്ടാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നില്ല, ഒരു മനുഷ്യനെ അനുസരിക്കത്തില്ല. വചനം പറയും, ശുശ്രൂഷ നടത്തും, കൗൺസിലിംഗ് എന്ന് പറയുണ്ടാകും കർത്താവ് കൊണ്ടെന്ന് അവർക്ക് ഞങ്ങളവിടെ നെൽബോധ്യാനത്തിന് ചെന്നപ്പോഴേ കൗൺസിലിംഗ് നടത്താനായിട്ടാണ് ആ ചേട്ടത്തി വന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം രണ്ടുപേരിരിക്കെ പോയി, രണ്ടുപേരിരിക്കെ ചെന്നപ്പോഴും തടസ്സം, ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ, അതുകൊണ്ട് കൗൺസിലിംഗ് നടത്താൻ പറ്റത്തില്ല. മൂന്നാമത് എന്തോ ഇതിനകത്തുണ്ട്. അങ്ങനെന്തായാലും മൂന്നാമത്തെ ചേട്ടത്തിയായിരുന്നു. അങ്ങനെ അവരിരിക്കെ ചെന്നിരുന്ന് ആദ്യം ഭാര്യയുടെ കൗൺസിലിംഗ് ഒക്കെ നടത്തി പറഞ്ഞു വിട്ടു. അത് കൗൺസിലിംഗ് ഒന്നും അല്ല, കാരണം കൗൺസിലിംഗ് നടത്താനുള്ള യോഗ്യതയോ കഴിവൊന്നും അവർക്കില്ല. ഭാര്യയോട് അവര് വെറുതെ മാനിക്കോട് സംസാരിച്ചതേ ഉള്ളൂ, അല്ലാതെ കൗൺസിലിംഗ് ആയിട്ടൊന്നും നടത്തി സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് അവസാനം ഞാൻ അവരുടെ അടുത്തിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാണിച്ചിരുന്നത് ആലപ്പുഴ പോത്തുചാലാണ് കർത്താവ് കാണിച്ചിരുന്നത്. ആലപ്പുഴയിലെ പോത്തുചാൽ, ഇവിടുത്തെ അല്ല, പണ്ടത്തെ പോത്തുചാല് കണ്ടിട്ടുണ്ടായെങ്കിലും ആലപ്പുഴയിലെ പോത്തുചാല് എങ്ങനെയിരിക്കുക അത് അതിലില്ലാത്ത സൂത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല. സകല സാമഗ്രികളും അതിനകത്തുണ്ട് ആലപ്പുഴ പോത്തിയാൽ. അതുപോലാണ് ഈ ചേട്ടത്തിയുടെ മനസ്സ്. അവരുടെ വീട്ടു വേലക്കാരി ഉണ്ടാക്കുന്ന പുട്ട് കഴിക്കത്തില്ല, ഒരുവിധപ്പെട്ട ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. ആന്തോറിയത്തിന്റെ ഒരു പൂവിന് 50 രൂപ, 75 രൂപ, 100 രൂപയൊക്കെയാണ് മേടിക്കുന്ന ഈ ചേട്ടൻ. ആരെയും അംഗീകരിക്കാൻ പറ്റത്തില്ല, ആരെയും ഇഷ്ടമല്ല. ഒരു മനുഷ്യനെ അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ അവർക്ക് സാധിക്കത്തില്ല. അവസാനം ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴ് അവര് വിശ്വാസത്തിന് വരാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. കാരണം അഹങ്കാരത്തിന്റെ ഉടമ്പടിയിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്? അവസാനം കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി, ഇപ്പോൾ നിന്റെ അവസാനത്തെ മോൻ ഒരു കറുത്ത കാറിൽ ഇപ്പൊ വടക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോഴ് ഫ്രണ്ട് സീറ്റില് ഇടത് സൈഡിൽ ഇരുന്നിപ്പോഴ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അപകട മേഖലയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് അവനെ രക്ഷിച്ച് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടത്തിയുടെ തലയിൽ കിടന്നിരുന്ന സാരി നേരെ പെണ്ണുങ്ങളുടെ സാരിയുടെ മുമ്പിടുന്നത് മുഖം മറയ്ക്കാൻ, കാവട്യം മറയ്ക്കാനല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ തല എങ്ങനെ തുണിയിൽ വലിച്ചിട്ട് ആരോഗ്യം. അവിടെ എല്ലാം നേരം ആൾക്കാർ കൗൺസിലിങ്ങിന് ഇരിക്കുന്നുണ്ട്. കൗൺസിലേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന അപ്പച്ചാരൊക്കെ തൊട്ടടുത്തിരിക്കുക. അവസാനം കൗൺസിലിംഗുകാരി ചേട്ടൻ കരയാൻ തുടങ്ങി. ആദ്യമായിട്ട് അവർ കരയാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായത് മാതാവ് എന്റെ കൂടെ അവിടെ വന്നത് ഈ ചേട്ടനെ പിടികൂടാൻ. അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ക്ഷമിച്ച് എന്ത് വേണേലും ചെയ്യാൻ ക്ഷമിക്കാനായിട്ടൊക്കെ തയ്യാറായി പുള്ളിക്കാരി
താഴെ മുട്ടുകുത്തി താഴെ ചുംബിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്ന് എന്നോട് പറഞ്ഞ് ബ്രദറ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള വകുപ്പൊന്നുമില്ല. അവസാനം അവരുടെ നേരെ കൈനീട്ടി പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അനേകം കൃപകൾ നിനക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അനേകം കൃപകൾ നിനക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴ് പുള്ളിക്കാരിയുടെ ആത്മപ്രശംസ വർദ്ധിച്ചു. ഉടനെ എന്നോട് പറഞ്ഞ് ബ്രദറ് പ്രശാന്തത്തിന്റെ ചെല്ലുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ, ഇങ്ങനെ ഈ വ്യക്തിക്ക് ദൈവം ഒരുപാട് കൃപകൾ കൊടുക്കുന്നുണ്ട്. അച്ഛനും കൂടെ ഒന്ന് അറിഞ്ഞോട്ടോ. എന്ത് കൃപയാ കിട്ടാൻ പോകാന്നല്ല അറിഞ്ഞായിരുന്നു അവര്. അവര് അറിഞ്ഞില്ല. അവസാനം പുള്ളിക്കാരി അന്ന് വീട്ടിൽ പോകാനായിട്ട് ബസ്സേ കയറി അവരുടെ വീടിന്റെ വാതിക്കൽ ചെന്നിറങ്ങി കൂടെ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴ് ഭയങ്കര തെള്ള് വന്നിവര് വണ്ടിയിൽ നിന്ന് ഉരുണ്ട് താഴെ വീണ് നട്ടല്ലൊടിഞ്ഞു പോയി. അവിടുന്ന് പൊക്കിയെടുത്ത് സ്ട്രക്ചറയിലിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. 6 മാസം ഒരേ കിടപ്പ്. കൃപ കിട്ടിയോ? ദൈവത്തിന്റെ കൃപയായത്. 6 മാസം കഴിഞ്ഞ് ഞാൻ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ IMS ചെന്നപ്പോഴേ ഈ ചേട്ടത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരേന്ന് ഞാൻ നടന്ന് ചെല്ലുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ പുള്ളിക്കാരി തെക്കോട്ട് ഒരു ഓട്ടോ ഓടിയിട്ട് ഭയങ്കര വാണം വിടുന്ന സ്പീഡിലായി ഒരു ഓടിയത്. പിന്നെ പുറകിലത്തെ വാതക്കൂടെ ഒക്കെ ഇറങ്ങി റോഡിൽ പോവുകയായിരുന്നു. കാരണം ഒരനുഭവം ഉണ്ടായി. ഇനി അങ്ങനെ വലിയ കൃപയൊന്നും എന്തായാലും അതിന് കൗൺസിലിങ്ങും വചനപ്രഘോഷണവും പ്രാർത്ഥനയും സകല പരിപാടിയും ഈ നട്ടൽ ഒടിഞ്ഞതോടുകൂടി കട്ടയും കുറവും മടക്കി. അതുവരെയും ഭയങ്കര തരികടയായിട്ട് നടന്നിരുന്നത്. ഒരടി കിട്ടിയപ്പോഴ് നേരെ കൂട്ടിനകത്തോട്ട് കയറി. ഇനി ഒരു കൗൺസിലിങ്ങും വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട. കാരണം അവരിലുണ്ടായിരുന്ന മാലിന്യങ്ങള് കർത്താവ് എടുത്തു മാറ്റി വിടുതൽ കൊടുക്കുമ്പോഴേ അഗ്നി ശുദ്ധീകരണം വരും. പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് എടുക്കുകയുള്ളു. അപ്പോൾ ആ ശുദ്ധീകരണത്തിൽ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും. കുടുംബ തകർച്ചയാകാം, രോഗപീഡനമാകാം, ഏത് രീതിയിലുള്ള അവസ്ഥയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ ഏത് രീതിയിലുള്ള പീഡനമാണ് നമുക്കുണ്ടാകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഏതെങ്കിലും പീഡനത്തിലൂടെ ആയിരിക്കും ദൈവം നമ്മളെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് ആദ്യം ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അവർക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3.5 വർഷക്കാലം മരുഭൂമി അനുഭവമായി. 3.5 വർഷം. ഈ 3.5 വർഷത്തിന്റെ തുടക്കത്തിൽ വെച്ചാണ് മിക്കവാറും ആൾക്കാരൊക്കെ വിട്ടുപോകുന്നത്. 3.5 വർഷത്തിന്റെ തുടക്കത്തിൽ വെച്ച് തന്നെ മിക്കവാറും ആളന്മാരെല്ലാം വിട്ടുപോയത്. നമുക്ക് പറ്റുന്നതല്ല, ഇത് എനിക്ക് പറ്റിയതില്ല. ഇന്നിപ്പം ചില കാപട്യ ശുശ്രൂഷകരുണ്ട്. ഒരു കോണിക്കൂടെ ജോലി, മറ്റൊരു വഴിക്കൂടെ പ്രാർത്ഥന, തകൃതിയായിട്ടുള്ള വചനപ്രഘോഷണം, പ്രാർത്ഥന, അങ്ങനെ 2 ശുശ്രൂഷ ഇല്ല ഒരിക്കലും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നെങ്കിൽ അവരെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യരുത്. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിലെ തച്ചന്റെ വേല ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഈശോ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങാനായിട്ട് തുടക്കം ആരംഭിച്ചത്. ആ തച്ചന്റെ വേലകളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷമാണ് 30-ാമത്തെ വയസ്സിൽ ഈശോ പരസ്യ ജീവിതം തുടങ്ങിയത്. എവിടെ വെച്ചാ പരസ്യ ജീവിതം തുടങ്ങിയത്? എവിടെ വെച്ചായിരുന്നു? എവിടെ വെച്ചാ പരസ്യ ജീവിതം തുടങ്ങി? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ കല്യാണം. അവിടെ വെച്ച് ആദ്യമായിട്ട് വെള്ളം വീഞ്ഞാക്കട്ടെ, അതായത് കാൽവരിയിൽ ചിന്താൻ പോകുന്ന രക്തം ഇവിടെ തുടങ്ങിയായിരുന്നു.
കാൽവരിയിൽ ചിന്താൻ പോകുന്ന രക്തത്തിന്റെ തുടക്കമായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ. അതുകൊണ്ടാണ് ആ വീഞ്ഞിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര രുചിയില്ലായിരുന്നു. അതുകൊണ്ടാ പിന്നെ കർത്താവ് എവിടെ പ്രസംഗിക്കുന്ന കേൾക്കുന്നോ അവിടെ എല്ലാം വെള്ളവും കുപ്പിയൊക്കെയുടെ അറിവും ഇതൊന്ന് വീഞ്ഞാക്കി മാറ്റാം. കാരണം അവിടെ കുടിച്ച വീഞ്ഞിന്റെ ലഹരി, അതിന്റെ രുചി. അപ്പൊ അവിടെ ആ വീഞ്ഞ് എങ്ങനെയുള്ളതായിരുന്നു കർത്താവ് ഒരുക്കി തന്ന വീഞ്ഞ്? കർത്താവിന്റെ തന്നെ രക്തമായിരുന്നത്, യേശുവിന്റെ തന്നെ രക്തമായിരുന്നത്. കാരണം കാൽവരിയിൽ ചിന്താൻ പോകുന്ന രക്തത്തിന്റെ തുടക്കം കാനായില് ആരംഭിക്കുകയായിരുന്നു. ക്രൈസ്തവനോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷമാണ് ലാസറിനെ ഉയർപ്പിച്ചതും തളർവാദ രോഗികളെ സൗഖ്യപ്പെടുത്തിയതും അന്തന് കാണിച്ചു കൊടുത്തതും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴ് പ്രധാന പുരോഹിതനായ കയ്യപ്പാസിനും ഹെറോദിസിനും മറ്റ് പുരോഹിതർക്കുമൊക്കെ അടിവയറ്റിൽ പിരിവിരിപ്പ് കയറാൻ തുടങ്ങി. കാരണം എന്താ? ഇവരിങ്ങനെ വിട്ട ശരിയാകത്തില്ല. ഉള്ള പെണ്ണുങ്ങളെല്ലാം എന്താ അവന്റെ പുറകില് പോകുന്നു. അവൻ ഒരേ ദിവസം ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെറുതാണോ? അല്ല. ഇങ്ങനെ വിട്ടാൽ മിക്കവാറും ഈ ആൾക്കാരെല്ലാം അവരെ വിട്ട് പോകും. അതുകൊണ്ടാ ഇന്നും അച്ഛന്മാരെ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോവല്ലേ, ഇവിടെ പോവല്ലേ, അവിടെ സഭ വിലയ്ക്കത്, ഇവിടെ വിലയ്ക്കത്. എന്താ വിലയ്ക്കുന്നത്? സഭയെന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തില്? എന്താണ് സഭ? സഭ എന്തുവാ? സഭയിലുള്ളവരെന്ന് കൈകൊടുക്കില്ലേ? സഭയിലുള്ളവര് ഒരുപാട് പേര് സഭയിലുള്ളവരുണ്ട്. സഭ എന്തുവാണെന്ന് അറിയത്തില്ല. ഇതാ ഏറ്റവും വലിയ നാണക്കേട്. ആ ക്രിസ്തുവിന്റെ ശരീരമാണ്. പ്രൈസല്ലോ. സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാല് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് സംഭവം. അതുകൊണ്ട് ആദിമസഭ ഉണ്ടായിരുന്നു. ആദിമസഭ വിശ്വാസികളുടെ കൂട്ടായ്മയായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്ക് ഓരോരുത്തര് വന്ന് കൂടിക്കൊണ്ടിരുന്നു. അനേകര് അവരുടെ സ്നേഹത്തോടുള്ള കൂട്ടായ്മയും അപ്പം മുറിക്കൽ യേശുവിന്റെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് അനേകര് വന്ന് കൂടി യേശുവിന്റെ സ്നേഹത്തിൽ. അങ്ങനെ അവരെ ഭരിക്കാതെ അവരെ നിയന്ത്രിക്കാൻ ആയിട്ടാണ്. ഇപ്പോഴ് പള്ളിയിലൊക്കെ ഒരു ആശയൊക്കെ ഇറങ്ങുമ്പോ ഇഷ്ടംപോലെ നിയന്ത്രണത്തിന് ആൾക്കാർ വരില്ലേ? നിൽക്കാൻ വയ്യാത്തതും നിൽക്കാൻ പറ്റുന്നതും ആടുന്നതും ചായുന്നതും മറിയുന്നതും പുണ്യാളന്മാർക്കെല്ലാം പേടിയാ പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടെ ചെന്ന് തലയെ കുത്തിയിടുന്നെന്ന് അറിയത്തില്ല ഇല്ലേ? പള്ളിയിൽ എടുക്കുമ്പം മുതൽ പുണ്യാളന്മാരെ ആട്ടം തുടങ്ങും. ഒരു നിർത്തില്ലാതെ ആട്ടം. അവസാനം പുണ്യാളന്മാരുടെ ഭാഗ്യത്തിന് തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്ന വെറുതെ ആണോ? അല്ല. കാരണം ഒരു പെരുന്നാളെന്ന് വരണം, അവരുടെ ആ പ്രവർത്തനങ്ങൾ കാണണമെങ്കിൽ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തല്ല, എപ്പ ഇടിയുണ്ടാക്കണം, എന്ത് തെറി വിളിക്കണം, എവിടെല്ലാം ചെന്ന് ഇടപെടണം. പുറകിലാരാ ഉള്ളത്? റാസക്കാർ ഇല്ലേ? ആ റാസക്കാര് പുറകിലാണ്. അപ്പൊ അവിടെ എവിടെയൊക്കെ ചെന്ന് അധികാരം ഭരിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് മറ്റുള്ളവർ വന്ന് നിയന്ത്രിക്കാനും പറയാനും ഒക്കെ. ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ ഇതുപോലെ ഒരു ആശ പോകും. ഈ വയലിലെ കൊണ്ട് നോക്കുത്തിയെ നിർത്തിയിരിക്കുന്നത് റോഡിന്റെ നടക്ക് ഇങ്ങനെ ഒരു കൈ മേപ്പോട്ട് ഒരു കൈ ഇങ്ങനെ പിടിച്ചൊന്ന് നിൽക്കുക. അവിടുന്ന് വണ്ടി ഇങ്ങോട്ടും വരരുത്, ഇവിടുന്ന് വണ്ടി അങ്ങോട്ടും പോകരുത്. ഒരു കാര്യമില്ല. റാസ ആ പോണ്ട ലൈനിൽ കൂടെ സൈഡ് ഒതുങ്ങി അത് പോവുക, പൊയ്ക്കൊണ്ടിരിക്കുക. ഇയാള് ആ റോഡിന്റെ നടക്ക് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുക, വെള്ളമടിച്ച് ആ പൂസായിട്ട് നിൽക്കുക. അവസാനം പോലീസുകാർ വന്ന് അദ്ദേഹത്തിനെ പിടിച്ച് മാറ്റിയായി വണ്ടിയുടെ ബ്ലോക്ക് മാറ്റിയത്. നല്ല പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്? ഈ ആൾക്കാർ പള്ളിയിൽ കയറേണ്ടെന്ന് ഏതൊരു അച്ഛന്മാര് പറയുമോ?
നീ ഇന്നലെ വെള്ളമടിച്ച് തലയെ കുത്തി പൂക്കിറ്റിയായി നിന്നതാവണ്ട് നീ നാളെ മുതൽ പള്ളിയിൽ വരേണ്ട ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി വന്നാൽ മതി ആരും പറയുമോ? ഞാനെവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞാലോ നാളെ മുതൽ കുർബാനയില്ല, ഇങ്ങോട്ട് വരണം. നാളെ മുതൽ നിനക്ക് കുർബാനയില്ല. പ്രാർത്ഥിച്ച കുർബാനയില്ല. വേണ്ടാത്ത എന്ത് പ്രവൃത്തി ചെയ്താലും കുർബാനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഏറ്റവും വലിയ മാരകമായ പാപമാണ് മദ്യപാനം. ബാക്കിയുള്ള പാപമെല്ലാം അതുമുതൽ താഴോട്ടുള്ളതാണ്. ഏറ്റവും വലിയ മാരകമായ പാപം മദ്യപാനമാണ്. കാരണം അത് വ്യക്തിയെ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു, കുടുംബത്തെ നശിപ്പിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ വൻ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു വ്യക്തി മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്ന ബാക്കിയുള്ളവരും നേരിട്ടങ്ങ് നരകത്തിലേക്ക് പോയിക്കോളും. ഇല്ലേ? അവരെങ്ങനെ നരകത്തിൽ പോകുന്ന കൂട്ടത്തിലുള്ളവര്? ഈ മദ്യപാനി പണ്ട് പിശാചിന്റെ കൂട്ടത്തില് ഇവരെ തെറി പറഞ്ഞും വഴക്ക് പറഞ്ഞും ദേഷ്യപ്പെട്ടുമൊക്കെ കൂടെ ഉള്ളവരും നരകത്തിലേക്ക് തന്നെ പോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.